നോക്കൂ, ഇവിടെ ആ ബോയ് പോകാൻ തുടങ്ങി വഴി നമ്മൾ പരിചയപ്പെട്ടു. ആ വഴിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള കാഴ്ചകളാണ് അടുത്തത്. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. വാലിയിലെത്തി, അവൻ്റെ വീട് കഴിഞ്ഞ് കുത്തനെ താഴേക്ക് എത്തിക്കഴിഞ്ഞ് താഴ്വരയിലെത്തി. ആൻഡ് അപ്പോൾ വഴി അവിടെ നിന്ന് പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്, തുറസായ നീണ്ട് കിടക്കുക, പിന്നെ കുത്തനെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. ആ പോകുന്ന വഴിക്കാണ് ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ വഴിയിൽ ഒരാളെ കണ്ടു. ആരാത്? എ ഗേൾ, ഷി വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ലോങ് കേർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷി ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ് കട്ട് ചെയ്യുന്ന ലോങ് കർവ്ഡ് നൈഫ് കൊണ്ടാണ് വരുന്നത്. കത്തി കൊണ്ട്, അകറ്റം വളഞ്ഞ കത്തി കൊണ്ട്. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. കൈകൾ ഇറ്റ് മെയ്ഡ് മ്യൂസിക്. വളയിട്ട കൈകൾ അനങ്ങുമ്പം ഇറ്റ് വാസ് മേക്കിംഗ് മ്യൂസിക് എന്നാണ് പറയുന്നത്. ഷീ വോർ ബാംഗിൾസ് എന്ന് പറയുന്നതിന് പകരം പറഞ്ഞിരിക്കുന്നു നോക്കൂ, ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ് എന്നാണ് പറയുന്നു. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. കൈകൾ അവരുടേതായിട്ടുള്ളൊരു ഭാഷ സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ ഭാഷ? നല്ല കിലുക്കമൊക്കെ ഉണ്ടാകുന്ന ഭാഷ എപ്പോഴാണ്? കൈകളെപ്പോഴാണ്, വളകളെപ്പോഴാണ് കിലുങ്ങുക? നല്ല എനർജറ്റിക് ആകുമ്പോൾ. സോ ഷീ വാസ് എ എനർജറ്റിക് ഗേൾ. ആ ഗേളിനോടും ബോയ് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൗ ഫാർ ഇറ്റ് ഈസ് ടു ദ റിവർ. എത്ര ദൂരമുണ്ട് റിവറിലേക്കെന്ന്. ബോയ് എന്താ പറയുന്നത്? ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ. പോയിട്ടുണ്ടാവുമോ ഗേള്? ഓർ ഷീ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. കാരണം എന്താ പറഞ്ഞത്? ബിക്കോസ് ഷീ സെറ്റ് 20 miles വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. എത്ര മൈലാണ് പറഞ്ഞത്? 20 മൈൽ എന്ന്. ആദ്യത്തെ ആൾ പറഞ്ഞത് 7 മൈലെന്ന് പറഞ്ഞു. ഇപ്പോൾ 20 മൈൽ. 20 മൈലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഷീ ഹാഡ് നെവർ ബീൻ ടു ദ റിവർ എന്നാണ് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ മീൻ? ആ എക്സ്പ്രഷൻ എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്ത് ലാംഗ്വേജാണ് ഈ ഹാൻഡ്സ് സ്പോക്ക് ചെയ്യുന്നത്? സോ ദ ഗേൾ വാസ് എനർജറ്റിക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എഴുതുക കേട്ടോ. എന്താ പറയുന്നത്? ദ ഗേൾ വാസ് എനർജറ്റിക്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത്. ദ ബോയ് ലോഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. ഓടി അല്ലേ. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. എ ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ആ സമയത്ത് ഒരു പാരറ്റ് നെറ്റിക്ക് മുന്നിലൂടെ സ്ക്രീച്ച് ചെയ്ത് പോയി എന്ന് പറയുന്നത്. എന്താ ഈ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ്? തത്തമ്മയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തത്തമ്മ പറന്ന് പോകുമ്പോൾ തത്തമ്മ എങ്ങനെ ക്രീ എന്ന് പറയും അല്ലേ? തത്തമ്മ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഉണ്ടായ ശബ്ദമാണ് പറയുന്നത് സ്ക്രീച്ച്ഡ്. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ് ദ ട്രീസ്. എ trickle of water came from the hillside. പോകുന്ന വഴിക്ക് ഒരു മലയിൽ നിന്ന് ഒരു അരുവി. trickle of water. ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളം വീഴുന്നൊരു ശബ്ദവുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇത്തരം വാക്കുകളാണ് സൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ട്രിക്കിൾ. ആൻഡ് ദ ബോയ് സ്റ്റോപ്പ് ടു ഡ്രിങ്ക്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ്. നിങ്ങൾ മലയിലൊക്കെ പോയിട്ടുണ്ട്. മലയിലൊക്കെ പോയാൽ അവിടെ നിന്ന് അരുവിയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ എങ്ങനെയുള്ളതെന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ. അത് പറഞ്ഞറിയില്ല. ഇറ്റ് വാസ് ഷാർപ്പ് ബട്ട് റിഫ്രഷിങ്. കോൾഡ്, തണുത്ത, ഷാർപ്പായിട്ടുള്ള, നല്ല ഉണർവ് ഉണ്ടാക്കുന്ന. ഹി വാസ് ആൾറെഡി ടയേർഡ് അല്ലേ. ആ സമയത്ത് ഇതുപോലുള്ള വെള്ളം കിട്ടിയാൽ എത്രമാത്രം സന്തോഷമാവും. ഹൗ ഇറ്റ് സീം ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. സാധാരണ നോർമലി വി ഡ്രിങ്ക് വാട്ടർ ടു ക്വെൻച്ച് അവർ തേഴ്സ്റ്റ് അല്ലേ. നമ്മുടെ ദാഹം മാറ്റാനാണ് വെള്ളം കുടിക്കുക. പക്ഷേ ഈ വെള്ളം കുടിച്ചപ്പം ഹി ബിക്കെയിം മോർ തേഴ്സ്റ്റി. കൂടുതൽ തേഴ്സ്റ്റി ആയി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ടേസ്റ്റിയാണ് ആ വെള്ളം. The sun was striking his side on the hill and the dusty path became hotter. It was ഉച്ച സമയമായിട്ടുണ്ട്. അപ്പം സൂര്യൻ വളരെ ശക്തമായി കത്തി നിൽക്കുകയാണ് ആകാശത്ത്. ഡസ്റ്റി പാത്ത്, സ്റ്റോണി പാത്ത്. ഇറ്റ് ബിക്കെയിം ഹോട്ടർ.
ഈ മണ്ണ് മുഴുവൻ നല്ല ചുട്ട് പഴുക്കാൻ തുടങ്ങി. സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. ആ ബോയിൻ്റെ ഫീറ്റിനെ കാലുകളൊക്കെ പൊള്ളിക്കാൻ തുടങ്ങി. ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ, പകുതി വഴിയായെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ, ഏകദേശം 1 മണിക്കൂറിലധികമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നോക്കൂ 9ാമത്തെ. വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? ഈ വെള്ളം കുടിച്ചതിന് ശേഷവും തേഴ്സ്റ്റി ആയിരുന്നു? നോ, ദ ബോയ് വാസ് നോട്ട് തേഴ്സ്റ്റി, അല്ലേ? ബോയ് തേഴ്സ്റ്റി ആയിരുന്നില്ല. എന്താണ് ബോയിനെ തേഴ്സ്റ്റി ആക്കിയത്, കൂടുതൽ തേഴ്സ്റ്റി ആക്കിയത് എന്താണ്? ഇവിടെ ഉണ്ടല്ലോ, എന്താണ്? ദ കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ് വാട്ടർ മെയ്ഡ് ഹിം തേഴ്സ്റ്റി. വൃത്തിയായിട്ട് എഴുതുക കേട്ടോ, ഇതിൽ പറ്റാഞ്ഞിട്ടാണ്. ദ കോൾഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ് വാട്ടർ മെയ്ഡ് ഹിം മോർ തേഴ്സ്റ്റി. ഇനി അടുത്ത 10ാമത്തെ. വൈ വാസ് ദ ബോയ് ഷുവർ ദാറ്റ് ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഹാഫ് വേ? എത്ര കവേർഡ് ഹാഫ് വേ എന്ന് മനസ്സിലായത് എവിടെയാണ്? അത് അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടു കാണും അല്ലേ? എവിടെയാണ്? ഹി വാസ് ഷുവർ ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഗോൺ ഹാഫ് വേ ബിക്കോസ് ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. 10ാമത്തെ ഉത്തരമായി. സ്വയം മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി പ്രസൻ്റ്ലി ഹി സോ അനദർ ബോയ് എഹെഡ് ഓഫ് ഹിം ഡ്രൈവിംഗ് ഗോട്ട് ഡൗൺ ദ പാത്ത്. അപ്പം 3ാമത്തെ ആളെ കാണുകയാണ്. ഹി ഈസ് മീറ്റിംഗ് എ ബോയ്. ഹി വാസ് ഡ്രൈവിംഗ് ഗോട്ട്, ആടുകളെ കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ കണ്ടു. ആ ബോയിനോടും ചോദിച്ചു, ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. ജസ്റ്റ് ആ മല ഒന്ന് ചുറ്റുക, ദെൻ നേരെ താഴത്തേക്ക്. അപ്പോൾ ആ ബോയ് റിവർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ദ ബോയ് ഫീലിംഗ് ഹംഗ്രി ആൻഡ് റാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, ഓഫറിംഗ് 1 portion ടു ദ വില്ലേജ് ബോയ്. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. ആ ബോയിന് ഒരു കഷ്ണം ലോഫ് ഓഫ് ബ്രെഡ് പകുതി കൊടുത്തു. എന്നിട്ട് അവർ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. When they had finished, they walked on together and began talking. സംസാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എല്ലാം മറന്നുപോയി. സ്മാർട്ടിങ് ഓൺ ഹിസ് ഫീറ്റ്, കാലിലുള്ള വീക്കം, വീണിട്ട് കാല് വീങ്ങിയിട്ടുണ്ട്. ദ ഹീറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ ചൂട്, ആൻഡ് ഇതുവരെ കവർ ചെയ്ത ഡിസ്റ്റൻസ്, ഇനി കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എല്ലാം മറന്നു. കാരണം ഹി ഹാസ് ഗോട്ട് എ കമ്പാനിയൻ. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത് ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. കുറച്ച് കഴിഞ്ഞപ്പം ബോയ് പോയി. സോ ഹി വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. ഒറ്റയ്ക്ക് തന്നെ ആയിപ്പോയി. ഇതിൽ ഇനി 11ാമത്തെ 11th ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബോയ് റാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, ഓഫറിംഗ് 1 portion ടു ദ വില്ലേജ് ബോയ്. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹിയർ? ഈ ബോയിൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്? ഷെയറിങ് ആറ്റിറ്റ്യൂഡ് അല്ലേ? ഹി വാസ് ഷെയറിങ് ഫുഡ് വിത്ത് ദ നീഡി വൺ. അപ്പോൾ ഇനി ഹാവ് യു എവർ ഷെയർ യുവർ ഫുഡ് വിത്ത് ദ നീഡി? നിങ്ങൾ ഇതുവരെ എപ്പോഴെങ്കിലും ഫുഡ് നീഡി ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി ഹി മിസ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ, ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അപ്പം ബോയും കൂടെ പോയപ്പം ഹി ഫെൽറ്റ് വെരി ലോൺലി. വീടും കാണാനില്ല, റിവറും കാണാനില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ. ഹി ബിഗാൻ ഫീൽ ഡിസ്കറേജ്. ആകെ നിരാശനായി, ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. സോറി ഹി ഹാഡ് ഫിനിഷ് ദ ബ്രെഡ്, ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. വേണ്ടിയിരുന്നില്ല, ഫുഡ് ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല, പിന്നീട് വേണ്ടി ആയിരുന്നില്ലേ എന്ന് വിചാരിച്ചു. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്? എന്തുകൊണ്ടാണ് ബോയ് ഡിസ്കറേജ്ഡ് ആയത്? ഇവിടെ ആൻസർ എവിടെയാണ്? ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഹി മിസ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ, ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ, ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ, ഹി ബിഗാൻ ഫീൽ ഡിസ്കറേജ്ഡ്. 12ാമത്തെ ആൻസറുമായില്ലേ? മാർക്ക് ചെയ്ത് വയ്ക്കൂ കേട്ടോ. ഇനി but he was determined to see the river. He walked on along
the hot, dusty, stony path, past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയുള്ള വഴിയിൽ കൂടെ? ഹോട്ട്, ചൂടുള്ള, ഡസ്റ്റി, പൊടി പിടിച്ച, സ്റ്റോണി, കല്ല് മുള്ളും നിറഞ്ഞ, പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറേസ്ഡ് ഫീൽഡ്സ്. മഡ് ഹട്ട്സ്, മഡ് മൺകുടിലുകൾ, ടെറേസ്ഡ് ഫീൽഡ്സ്, മലകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് വയലുകൾ ഉണ്ടാവുക? ടെറേസ്ഡ്, അടുക്കടുക്കായതായിരിക്കും അല്ലേ. അൺടിൽ ദർ വർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്, ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. നടന്ന് എവിടെ എത്തി? ആരുമില്ല. എവിടെ? ഫോറസ്റ്റ് ഉണ്ട്, കാടുണ്ട്, സണ്ണുണ്ട്, ലോൺലിനെസ് ഉണ്ട്, ഏകാന്തതയുണ്ട്. അത് മാത്രമുള്ള സ്ഥലത്തെത്തി. നോ ദർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ആൾക്കാരുള്ളതിൻ്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തി. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്. ട്രീസ് ഉണ്ട്, മരങ്ങളുണ്ട്, റോക്സ് പാറയുണ്ട്, ബ്രാമ്പിൾ വള്ളിക്കുടലുകളുണ്ട്, ദെൻ ഫ്ലവേഴ്സ് ഉണ്ട്. ഓൺലി സൈലൻസ്. ഇത് മാത്രമുള്ളൊരു സ്ഥലത്തായിട്ട് മാറി. The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. നിങ്ങളും പലപ്പോഴും സൈലൻസ് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ സൈലൻസ് അതൊന്ന് വ്യത്യാസമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇംപ്രസീവ് ബട്ട് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇംപ്രസീവ്, ആകർഷണീയമായിരുന്നു, പക്ഷേ ഫ്രൈറ്റനിങ്, പേടിപ്പിക്കുന്നതായിരുന്നു. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈലൻസ്, അത് പോലെയുള്ളതല്ല ഇത്. ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് സ്പേസ്, അനന്തതയുടെ നിശബ്ദതയായിരുന്നു അത്. ഓഫ് ദ അൺനോൺ, ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിശബ്ദതയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 13th ക്വസ്റ്റ്യൻ നോക്കുക. ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. 13ാമത്തെ അതിൻ്റെ ആൻസർ എവിടെയുള്ളത്? ഇതാ ഇപ്പം നമ്മൾ വായിച്ചതല്ലേ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇതാ ഇപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനുമായി ആൻസർ മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത്. Then the boy rounded and then as the boy rounded a sharp bend, the silence broke into sound. ആ മലയുടെ ആ ഒരു ബെൻഡങ്ങ് കഴിഞ്ഞതും the silence, it broke into sound. Sudden roaring sound. എന്താണത് സൗണ്ട്? ഇറ്റ് വാസ് എ സൗണ്ട് ഓഫ് ദ റിവർ. നിങ്ങൾ പുഴയൊഴുകുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇറ്റ് വാസ് എ സൗണ്ട് ഓഫ് ദ റിവർ. എന്താ അവിടെ നോക്ക്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ ദ റോക്സ്. അവിടെ അങ്ങനെ കാണാം എന്ത്? ദ റിവർ വാസ് ടംബ്ലിങ് ഓവർ ദ റോക്സ്. മല ഈ വെള്ളം പാറക്കെട്ടുകളെ ചെതറിച്ചു കൊണ്ട് ഒഴുകുന്ന കാഴ്ച. ദ ബോയ് ഗ്യാസ്പ്ഡ്. ഇതിനു വേണ്ടിയല്ലേ ബോയ് കാത്തു നിന്നത്? ഹി ഗ്യാസ്പ്ഡ്, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത്. ആൻഡ് ബിഗാൻ ടു റൺ. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. തടഞ്ഞൊക്കെ വീണു, അതൊന്നൊക്കെ എണീറ്റ് ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. ഈ വെള്ളത്തിലിറങ്ങി നിന്നു, മൊട്ടറ്റം ഇറങ്ങി നിന്നു. പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ, ഈ വേദനിപ്പിക്കുന്ന തണുപ്പിക്കുന്ന മൗണ്ടൻ വാട്ടറിൽ. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അങ്ങനെ വെള്ളത്തിലേക്ക്, ആ റിവറിലേക്ക് അരത്തി നമ്മുടെ ബോയ് എത്തി അല്ലേ. ഇനി അതിലെ 15, ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾ ബട്ട് സ്റ്റിൽ ഹി റാൻ. എന്തുകൊണ്ടാണ്? ദ ബോയ് വാസ് എനർജറ്റിക് ആൻഡ് ദ ബോയ് വാസ് ഓവർജോയ്ഡ് ടു സീ ദ റിവർ. അപ്പോൾ എന്താ എഴുതുക? ദ ബോയ് വാസ് ഓവർജോയ്ഡ് ഓൺ സീയിങ് ദ റിവർ. എന്താണ്? ദ ബോയ് വാസ് ഓവർജോയ്ഡ് ഓൺ സീയിങ് ദ റിവർ. അപ്പോൾ അതുകൊണ്ടാണ് സോ ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ റാൻ. ഓക്കെ.